Hello everyone. Welcome back to Xylem. Welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. And this is going to be a quick session in which we will be discussing a few tricky questions from the topic question tag. നിങ്ങൾ ഈ ചോദ്യം തെറ്റിക്കും എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ഒന്നുമല്ല. നിങ്ങൾ കുറേ പേര് ഈ ചോദ്യം ശരിയാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കുറച്ച് പേർക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സംശയം ഉണ്ടാവും. നമ്മൾ എപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, നമുക്കൊക്കെ അറിയാവുന്ന ടോപ്പിക്കാണ്. എന്നാൽ അവിടെയും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും ഈ 5 മിനിറ്റ് നിങ്ങൾക്ക് സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോരുത്. ഇത് ഈ ഗ്രാമർ ബേസിക് സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ 2 എപ്പിസോഡ് നിങ്ങൾക്ക് വീഡിയോ സെഷനിൽ പോയി കാണാൻ പറ്റും. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. സർ, ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളൊരു 5 സെക്കൻഡ് സമയം എടുത്തോളൂ. ഷീ ഹാസ് എ ഡ്രീം. എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്? സാർ, ഇത് വളരെ സിമ്പിൾ അല്ലേ സാർ? ഷീ ഹാസ് എ ഡ്രീം എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വളരെ സിമ്പിളാണ്. ഷീ ഹാസ് എ ഡ്രീമിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഹാസ് ഇൻഡ് ഷീ ആണ്. എന്താണ്? ഹാസ് ഇൻഡ് ഷീ ആണ്. നമ്പാതെ. ദിസ് ഈസ് എ റോങ് ആൻസർ. ഈ ആൻസർ, ഈ ഉത്തരം തെറ്റാണ്. എന്താ തെറ്റെന്ന് അറിയണ്ടേ? നമുക്ക് മുന്നോട്ട് പോവാം. അതിനു മുമ്പ് ഞാൻ അടുത്തൊരു ചോദ്യം ചെയ്യട്ടെ. ഈ ചോദ്യം നോക്കി നിങ്ങൾ. ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ? സിമ്പിളാണ്. സ്റ്റെപ്പ് നമ്പർ 1 എന്താ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വെർബ് നമുക്കറിയാം. ഈസ്, ആം, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ് ടു, നീഡ്, ഡെയർ, ഓ ടു. 24 ഓക്സിലറി വെർബ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഇതിലേതെങ്കിലും ഓക്സിലറി വെർബ് തന്നിരിക്കുന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ ആ ഓക്സിലറി വെർബിനെ എടുത്തെഴുതുക. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. ഏതാണ് ഓക്സിലറി വെർബ്? ഈസ് ആണ്. സ്റ്റെപ്പ് നമ്പർ 2, ഡിസൈഡ് വെദർ ദ സെൻറ്റൻസ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് തീരുമാനിക്കുക. എങ്ങനെയാണ് തീരുമാനിക്കുക? ഒന്നുമില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വേർഡ്സ് ആ സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോ, നോട്ട്, നത്തിങ്, നെവർ, നോബഡി, നൺ, നിൽ, നീദർ, നോർ, ഹാർട്ട്ലി, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ. ഇതൊക്കെ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ ഇത്രയുമാണ് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട നെഗറ്റീവ് വേർഡ്സ്. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് ആ സെൻറ്റൻസിൽ വന്നാൽ ആ സെൻറ്റൻസ് എന്താവും? നെഗറ്റീവ് സെൻറ്റൻസ് ആവും. എന്നാൽ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സെൻറ്റൻസിൽ അങ്ങനത്തെ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സെൻറ്റൻസ് എന്ത് സെൻറ്റൻസ് ആണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നിങ്ങൾ പുറത്തെടുത്ത് എഴുതിയ ഓക്സിലറി വെർബിൻ്റെ കൂടെ ഒരു നോട്ട് ചേർക്കണം. അതൊരിക്കലും NOT എന്ന് എഴുതാൻ പാടില്ല. അതിൻ്റെ അബ്രിവേഷൻ ചുരുക്കി എഴുത്താണ് എഴുതേണ്ടത്. അതെങ്ങനെയാണ് എഴുതുക? N''T. ഓക്കെ, N''T. ഇതാണ് 2ാമത്തെ സ്റ്റെപ്പ്. സർ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആയിരുന്നെങ്കിലോ? ഒന്നും ചേർക്കണ്ട, നോട്ട് ചേർക്കണ്ട. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം എന്ത് ചേർത്താൽ മതി? നോട്ട് ചേർത്താൽ മതി. സർ, 3ാമത്തെ സ്റ്റെപ്പ് എന്താണ് സർ? 3ാമത്തെ സ്റ്റെപ്പ്, ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഏതാണോ അതിനെടുത്ത് എഴുതുക. ഇവിടെ സബ്ജക്റ്റ് ഇറ്റ് ആണ്. അപ്പം ഞാനിവിടെ എടുത്തെഴുതുന്നു ഈസിൻഡ് ഇറ്റ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഈസിൻഡ് ഇറ്റ് ആണ്. നിങ്ങളിൽ 90% ആളുകൾക്കും ഈ ഉത്തരം ശരിയായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഹി ഡസൻ ലൈക്ക് കോഫി. ഹി ഡസൻ ലൈക്ക് കോഫി. എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്? സർ, തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വെർബ് എടുത്ത് എഴുതുക. പിക്ക് ഔട്ട് ദ ഓക്സിലറി വെർബ് ഫ്രം ദ ഗിവൺ സെൻറ്റൻസ്. ഏതാണ് ഓക്സിലറി വെർബ്? ഡസ് ആണ്. സോ ഞാൻ ഡസ് എടുത്ത് എഴുതുന്നു. ശരി. സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുന്നു. എങ്ങനെയാണ് സാർ നോക്കുക? സിമ്പിളാണ് സാർ. ഇവിടെ N''T ഉണ്ട്. N''T എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് എന്നാണ്. സോ നോട്ട് വന്നാൽ സെൻറ്റൻസ് എന്താവും? നെഗറ്റീവ് ആവും. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്യണ്ട? നോട്ട് ആഡ് ചെയ്യണ്ട. കാരണം നെഗറ്റീവ് വേർഡ് ഓൾറെഡി സെൻറ്റൻസിലുണ്ട്. നെഗറ്റീവ് അല്ലായിരുന്നെങ്കിൽ നോട്ട് ആഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ 2ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. പണി പറഞ്ഞു കിട്ടിയില്ലേ? 3ാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റ്. ഏതാണ് സബ്ജക്റ്റ്? ഇതാണ് സബ്ജക്റ്റ്. അതുപോലെ എടുത്ത് എഴുതുക. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഡസ് ഹി. ഇതിൻ്റെ ഉത്തരം നിങ്ങളൊരു 80% പേരും ശരിയാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കൂ. യു ലൈക്ക് ചോക്ലേറ്റ്. യു ലൈക്ക് ചോക്ലേറ്റ്. സർ, ദിസ് ഈസ് കൺഫ്യൂസിങ്. കാരണം യു ലൈക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സെൻറ്റൻസിൽ എന്തില്ല? നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് തന്നിട്ടില്ല. യു ഓക്സിലറി വെർബ് അല്ല, ലൈക്ക് ഓക്സിലറി വെർബ് അല്ല, ചോക്ലേറ്റ് ഓക്സിലറി വെർബ് അല്ല. പിന്നെ സർ, സിമ്പിളാണ് സാർ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ മെയിൻ വെർബ്, നിങ്ങൾ ആ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ എന്ത് ഐഡൻറ്റിഫൈ ചെയ്യുക? മെയിൻ വെർബ്, പ്രധാനപ്പെട്ട ക്രിയ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ മെയിൻ വെർബിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കുക. സാർ, നിങ്ങൾ V1 ആണോ? അല്ലെങ്കിൽ നിങ്ങൾ V1 സിംഗുലർ ആണോ? നിങ്ങൾ V1 സിംഗുലർ ആണോ? അല്ലെങ്കിൽ V2 ആണോ എന്ന് ചോദിക്കുക. എന്താ നോക്കേണ്ടത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ സെൻറ്റൻസിലെ മെയിൻ വെർബ് പിക്ക് ചെയ്യുക. ആ മെയിൻ വെർബ് V1 ആണോ? V1 സിംഗുലർ ആണോ? V2 ആണോ നോക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കൂ, ശ്രദ്ധിക്കൂ. പ്ലേ എന്ന് പറയുന്നത് V1 ആണ്. V1 സിംഗുലർ ഏതാണ്? പ്ലേസ് ആണ്. V1 സിംഗുലർ ഏതാണ്? പ്ലേസ് ആണ്. V2 എന്താണ്?
പ്ലേഡ് ആണ്. സോ ഈ V1 V2 V3 അല്ലെങ്കിൽ വി സിംഗുലർ ഫോം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. 10ാം ക്ലാസ്സിലെത്തിയ കുട്ടികൾ ഇനിയും V1 V2 V3 വി സിംഗുലർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഷെയിം. സോ അത് വളരെ കൃത്യമായി നമ്മുടെ ഗ്രാമർ സീരീസിലെ 1ാമത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ റൈറ്റ്. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം V1 ആണോ V2 ആണോ വി സിംഗുലർ ആണോ എന്ന് മനസ്സിലായതിനു ശേഷം വളരെ സിമ്പിളാണ് കാര്യം. V1 ആണെങ്കിൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓക്സിലറി വെർബ് ഹിഡൻ ഓക്സിലറി വെർബ് ഡു ആയിരിക്കും. V1 സിംഗുലർ ആണെങ്കിൽ ഡെഫ് ആയിരിക്കും. V2 ആണെങ്കിൽ ഡിഡ് ആയിരിക്കും. സർ V3 ആണെങ്കിലോ? അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റോങ് ക്വസ്റ്റ്യൻ. കാരണം V3 ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി എന്തുണ്ടാവും? ഹാസോ ഹാവോ ഹാഡോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ V3യുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യേണ്ട? ഓക്സിലറി വെർബ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിൽ അതിലെ മെയിൻ വെർബ് നോക്കുക. അത് V1 ആണോ, V1 സിംഗുലർ ആണോ, V2 ആണോ നോക്കാം. V1 ആണെങ്കിൽ ഏത് ഓക്സിലറി വെർബ് ഉണ്ടാവും? പറ. ഡു. V1 സിംഗുലർ ആണെങ്കിൽ ഏത് ഓക്സിലറി വെർബ് ഉണ്ടാവും? ഡസ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. V2 ആണെങ്കിൽ പറഞ്ഞോളൂ. യെസ്, ഡിഡ് ആണ്. യു ലൈക്ക് ചോക്ലേറ്റ്. ലൈക്ക് എന്നുള്ളത് V1 സിംഗുലർ ആണോ? ഒരിക്കലുമില്ല. കാരണം ലൈക്കിൻ്റെ V1 സിംഗുലർ ലൈക്സ് ആണ്. V2 ആണോ? അബ്സല്യൂട്ട്ലി നോ. കാരണം ലൈക്ക്ഡ് ആണ് V2. അപ്പോൾ ലൈക്ക് എന്താണ്? V1 ആണ്. അപ്പോൾ V1നുള്ള ഓക്സിലറി വെർബ് ഏതാണ്? ഡു. 70% ആളുകൾക്ക് ഇത് ശരിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 60% ആൾക്കാർ ഇത് ശരിയായിട്ടുണ്ടാവും. ഇനിയും പ്രശ്നമുണ്ട്. യു ലൈക്ക് ചോക്ലേറ്റ് സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. കാരണം അതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നോട്ട് ആഡ് ചെയ്യുന്നു. ഡോൺ. സബ്ജക്റ്റ് മൂന്നാമത്തത് ഏതാണ് ആൻസർ? ഡോണ്ട് യു. ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഏതാണ്? ഡോണ്ട് യു. ശരിയാക്കിയിട്ടുണ്ടോ നിങ്ങൾ? കുറച്ച് പേരെ ശരിയാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. പകുതി പേര് തെറ്റിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം നോക്കി നിങ്ങൾ. യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. സർ ഈ സെൻറ്റൻസിൽ എന്തില്ല? ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി വെർബ് തന്നിട്ടില്ല. യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്. അതിലെവിടെയും ഒരു ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പം നമ്മൾ അതിലെ മെയിൻ വെർബിനെ പിക്ക് ചെയ്യുന്നു. ഏതാണ് സർ ഇതിലെ മെയിൻ വെർബ്? ഫിനിഷ്ഡ് ആണ്. മെയിൻ വെർബ് ഏതാണ്? ഫിനിഷ്ഡ് ആണ്. അപ്പം മെയിൻ വെർബ് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം എന്താണ്? V1 ആണോ, V1 സിംഗുലർ ആണോ, V2 ആണോ എന്ന് തീരുമാനിക്കുക. ദെൻ V1 ആണെങ്കിൽ ഏതായിരുന്നു? ഡു ആയിരുന്നു. V1 സിംഗുലർ ആണെങ്കിൽ ഡസ് ആയിരുന്നു. V2 ആണെങ്കിൽ ഡിഡ് ആണ്. ഫിനിഷ്ഡ്. ഫിനിഷ് V1 ആണ്. ഫിനിഷസ് V1 സിംഗുലർ ആണ്. എന്നാൽ ഫിനിഷ്ഡ് എന്താണ്? V2 ആണ്. അപ്പോൾ ഫിനിഷ്ഡിലുള്ള ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ് ആണ്. യു ഫിനിഷ്ഡ് ഹോംവർക്ക്. സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഡിഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഓക്സിലറി വെർബിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നോട്ട് ആഡ് ചെയ്യണം. ഡിഡിൻറ്റ്. സബ്ജക്റ്റ് യു. ആൻസർ എന്താണ്? ഡിഡിൻറ്റ് യു. നിങ്ങളിൽ 50% ആളുകൾ ഇത് ശരിയാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിലും കൂടുതൽ ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് ചെയ്യേണ്ടത് പഠിച്ചു. എന്നാൽ സാർ ഈ ചോദ്യത്തിലേക്ക് വരൂ. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ we are very much confused about. She has a dream. അവൾക്കൊരു സ്വപ്നമുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഹാസ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ ലോജിക്ക് കറക്റ്റ് ആണ്. ഹാസിനെ പുറത്തേക്ക് ഇടുന്നു. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. നോട്ട് ചെയ്യുന്നു. സബ്ജക്റ്റ് ഷീ. ഹാസ് ആൻഡ് ഷീ അല്ല. നോക്കൂ, ഇവിടെ ഒന്നും ഓക്സിലറി വെർബ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. ഇവിടെ ഓക്സിലറി വെർബ് തന്നപ്പോൾ, അതായത് ഏതൊരു സെൻറ്റൻസിലും നിങ്ങളൊരു വേർബിനെ ഓക്സിലറി വെർബ് എന്ന് വിളിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? അവിടെ മെയിൻ വേർബ് ഉണ്ടാവണം. ഡസ് എന്നുള്ളത് ഓക്സിലറി വേർബാണ്. എന്നാൽ ലൈക്ക് എന്നുള്ളത് എന്താണ്? മെയിൻ വേർബ് ആണ്. സോ ഒരു ഓക്സിലറി വേർബ്, പ്രത്യേകിച്ച് ഹാസിൻ്റെയും ഹാവിൻ്റെയും ഹാഡിൻ്റെയും കേസിൽ അവർ ഓക്സിലറി വേർബായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ അവരുടെ കൂടെ എന്തുകൂടെ വേണം? മെയിൻ വേർബ് കൂടെ വേണം. ഫോർ എക്സാമ്പിൾ, I have bought a car. ഈ സെൻറ്റൻസ് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ഇവിടെ ഹാവും ഉണ്ട്, ബോട്ടും ഉണ്ട്. ഹാവ് എന്താണ്? യെസ്, നിങ്ങൾ പറഞ്ഞോ, കറക്റ്റാണ്. ഹാവ് എന്താണ്? ഹാവ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. ബോട്ട് എന്താണ്? ബോട്ട് എന്ന് പറയുന്നത് മെയിൻ വേർബാണ്. ഓക്കെ. സോ ഒരു സെൻറ്റൻസിൽ നിങ്ങൾ ഹാസിനെയോ ഹാവിനെയോ ഹാഡിനെയോ ഓക്സിലറി വേർബായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിൽ എന്തുകൂടെ ഉണ്ടായിരിക്കണം? മെയിൻ വേർബ് കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ആൻസർ എന്താ? ഇവിടെ ഓക്സിലറി വേർബ് ഹാവ് ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഹാവിൻറ്റ്. ദെൻ സബ്ജക്റ്റ് ഐ ആണ്. The final answer is have in she. എന്താണ്? have in she. എന്നാൽ she has a dream എന്ന് പറഞ്ഞ സെൻറ്റൻസിന് ഒരു പ്രശ്നമുണ്ട്. അതിൽ ഹാസ് വർക്ക് ചെയ്യുന്നത് ഓക്സിലറി വേർബായിട്ടല്ല, എന്താണ്? മെയിൻ വേർബായിട്ടാണ്. മക്കളെ, ഒരു സെൻറ്റൻസിൽ ഹാസോ ഹാവോ ഹാഡോ ഒറ്റയ്ക്ക് വന്നാൽ, അതായത് മെയിൻ വേർബ് ഇല്ലാതെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവർ 3 പേരും എന്തായിട്ട് വർക്ക് ചെയ്യും? ഹാസ്, ഹാവ് ആൻഡ് ഹാഡ് ആസ് മെയിൻ വേർബ്സ്. ഹാസ്, ഹാവ് ആൻഡ് ഹാഡ് ആസ് മെയിൻ വേർബ്സ്. അപ്പം നിങ്ങൾ വളരെ കൃത്യമായി ഞാൻ ഈ പറയുന്ന ഫോർമുല ഓർമ്മിച്ച് വെക്കണം. സിമ്പിളാണ്, ഒന്നുമില്ല. ഹാവ് എന്ന് പറഞ്ഞാൽ
ഡു പ്ലസ് ഹാവ് ആണ്. ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു പ്ലസ് ഹാവ് ആണ്. ഹാസ് എന്ന് പറഞ്ഞാൽ ഹാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഹാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡസ് പ്ലസ് ഹാവ് ആണ്. ഹാവ് കോൺസ്റ്റൻ്റ് ആണ്. ഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് ഹാവ് ആണ്. ദിസ് ഈസ് എ ഗോൾഡൻ ഫോർമുല. ഇത് കൃത്യമായി പഠിച്ചു വെക്കണം. ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ ഹാസോ ഹാവോ ഹാഡോ മെയിൻ വേർബായിട്ട് വന്നാൽ, അതായത് അവർ മാത്രമേ ഉള്ളൂ എങ്കിൽ അവരെ നിങ്ങൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം. അതിൽ നിന്ന് എന്ത് പുറത്തെടുക്കണം? ഡൂവും ഡസ്സും ഡിഡും പുറത്തെടുക്കണം. അല്ലാതെ ഹാസിൻ്റെ ആയിരുന്നോ ഹാവിൻ്റെ ആയിരുന്നോ ഹാവ് ആയിരുന്നോ ഹാസ് ആയിരുന്നോ എഴുതി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം വാ. ഷീ ഹാസ് എ ഡ്രീം. ഷീ ഹാസ് എ ഡ്രീമിൽ ഹാസ് മാത്രമേ ഉള്ളൂ. ഹാസ് മെയിൻ വേർബാണ്. ഹാസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹാസ് എന്ന് പറഞ്ഞാൽ ഡസ് പ്ലസ് ഹാവ് ആണ്. എന്താണ്? ഡസ് പ്ലസ് ഹാവ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വേർബ് ഏതാ? ഓക്സിലറി വേർബ് ഡസ് ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ആഡ് ചെയ്യുന്നു. ആൻസർ എന്താണ്? ഡസ് ഇൻ ഷീ ആണ്. ഡസ് ഇൻ ഷീ ആണ്. ഈ ചോദ്യത്തിന് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായി കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗംഭീരന്മാരാണ്. അതൊരു സംശയമില്ല. പാറ്റ് ഓൺ യുവർ ഷോൾഡർ. കൊള്ളാമട ചെക്ക, സൂപ്പറാണ് നീ. ഇനി അല്ലെങ്കിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരൊറ്റ വീഡിയോയുടെ കൂടെ അത് പഠിച്ചോളാം. ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടെ തരാം. നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഇടുക. ദേ ഹാവ് എ കാർ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഹാവിൻ്റെ എന്ന് എഴുതരുത്. പിന്നെ എന്തെഴുതണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. സോ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഇടുക. ആൻഡ് ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസിനും റെക്കോർഡ് കോണ്ടൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കൂടെ ഞാൻ പറയുകയാണ്. അസ്ത്രയുടെ 2.0 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ചാപ്റ്റർ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. മറന്നു പോരുത്. ആൻഡ് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി മറന്നു പോരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച്, വീഡിയോയെക്കുറിച്ച്, പ്രസൻറ്റേഷനെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ മുഴുവൻ കമൻറ്റ് ബോക്സിൽ ഇടുക. So this is Nasser Faruddin. Until we see next time, signing off from Xylem Learning. Happy learning everybody. I love you all.